മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ വലിയ ശനിയുടെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷയുടെ വലിയൊരു അനുഭവമാണ്. ഈ ദിവസം നമ്മൾ ധ്യാനത്തിനെടുക്കുക 1 പത്രോസ് 1:4. First letter of St. Peter, chapter 1, verse 4. അവിടുന്ന് എന്റെ കാരുണ്യാതിരേകത്താൽ ഈശോ മിശിഹായിൽ മരിച്ചവരെന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ മിശിഹ കുരിശുമരണം വഴി നേടിയെടുത്തത് നമ്മളുടെ രക്ഷയാണ്. പരിശുദ്ധ അമ്മയുടെ ആ വിശ്വാസം, പ്രത്യേകിച്ചും ദുഃഖശനി എന്ന് നമ്മൾ പറയാറുണ്ട്, ആ വിശ്വാസം നമ്മൾ ജീവിക്കേണ്ടതാണ്. എല്ലാം തീർന്നു, മകൻ പോയി, ഇനി എന്ത് എന്നുള്ള ഒരു നിമിഷം ഏതൊരമ്മയ്ക്കും ഉണ്ടാകാവുന്ന ചിന്തയാണെങ്കിൽ അമ്മ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രസിദ്ധ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡിയുടെ അമ്മ മക്കൾ ഓരോരുത്തരും വെടിവെച്ച് വീഴ്ത്തപ്പെട്ടപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തിനാണ് ഈ വിശ്വാസവും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്? പോയി മരിച്ചുകൂടെ? ആ അമ്മ പറഞ്ഞ ഉത്തരം ലോകപ്രസിദ്ധമാണ്. അമ്മ പറഞ്ഞു, എല്ലാം ദൈവം നന്മയ്ക്കായി ക്രമീകരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിലും വിഷമത്തിന്റെ കാഠിന്യത്തിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ഈ വിശ്വാസമാണ് ദുഃഖ ശനിയുടെ വിശ്വാസം, അല്ലെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതിനായി നമ്മൾ വീണ്ടും ജനിക്കണം. അനോത്ഥം എന്ന ഗ്രീക്ക് വേർഡാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 3 അർത്ഥങ്ങളുണ്ട്. തുടക്കം മുതൽ പൂർണ്ണമായും അടിസ്ഥാനപരമായി ജനിക്കണം. 2ാം പ്രാവശ്യം ജനിക്കണം, ഇത് പുതിയ ജന്മം പോലെയാകണം. അതുപോലെ ഉന്നതത്തിൽ നിന്നും ദൈവശക്തി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജനനമാകണം അത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യമുണ്ടോ? പൂർണ്ണമായിട്ടും തമ്പുരാന്റേത് മാത്രമായി മാറുന്ന ഒരനുഭവം. കർത്താവ് എന്തെങ്കിലും എന്നോട് പറഞ്ഞെങ്കിൽ ഞാനത് പറയും, അല്ലെങ്കിൽ ഞാൻ നിശബ്ദനായിരിക്കും. UN അസംബ്ലിയിൽ DK കൃഷ്ണമേനോൻ നമ്മുടെ അംബാസഡറായിരുന്ന നിമിഷങ്ങളിൽ റഷ്യ ഹംഗറിയെ ആക്രമിച്ചു. അസംബ്ലിയിൽ ഒരു ചോദ്യമുണ്ടായി, ഇന്ത്യക്ക് എന്താ പറയാനുള്ളത്? DK കൃഷ്ണമേനോൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ അംബാസഡറാണ്. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ എനിക്ക് സന്ദേശം ലഭിച്ചിട്ടില്ല. കിട്ടുന്നതുവരെ ഞാൻ മൗനിയായിരിക്കും. എന്റെ അഭിപ്രായം പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു മനോഭാവം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഈശോയുടെ സ്വന്തമാണ്. ഈശോയ്ക്ക് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത് എന്ന് ചിന്തിക്കുവാൻ, അത് പറയുവാൻ, അത് ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.